ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് എന്താണ് ഇനി അവരുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക്. കാരണം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിപ്പോൾ അതൊരു വളരെ പണ്ട് ഞാൻ എന്താണ് ചെയ്തിരുന്നത് അതാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വിത്തിൻ 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് കൊണ്ട് തന്നെ ഇത് എൻറ്റയർലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നിലവിൽ നെക്സ്റ്റ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്യൂച്ചറായിട്ടാണ് പറയുന്നത്. 2026 എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, ഇനി നെക്സ്റ്റ് 2-3-4 ഇയേഴ്സിലേക്ക് എന്തായിരിക്കും വരുന്ന ഫ്യൂച്ചറിൽ എന്താണ് ഇതിൻ്റെ സ്കോപ്പ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്കോപ്പ് എന്താണ്, ഏതൊക്കെ ഫീൽഡിലാണ്. അപ്പോൾ ഏകദേശം ഒരു 22-23 കാലഘട്ടങ്ങളിൽ നല്ലൊരു ഉയർച്ചയുണ്ടായിരുന്നു ഈ ഒരു IT സെക്ടറിൽ. ബട്ട് ആ സമയത്ത് എല്ലാവർക്കും 2 times 3 times ഒക്കെ സാലറി ഡബിളായി ട്രിപ്പിളായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം അത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരുന്നിട്ട് ബട്ട് ഇപ്പോൾ പിന്നെയും 2026 ഇത് പിന്നെയും അത് ബൂമാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്ത് വരികയാണ്. മെയിനായിട്ട് നമ്മുടെ ക്യാമ്പസ് സെലക്ഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ 2026 ബാംഗ്ലൂരിലെ കഥ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 40% ക്യാമ്പസ് സെലക്ഷനും നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ IT ഫീൽഡിൽ നടന്നിരിക്കുന്ന, മെയിനായിട്ട് IT ഫീൽഡിലാണ് നടന്നിരിക്കുന്നത്. അത് AI-യും സൈബർ സെക്യൂരിറ്റിയുമാണ്. അപ്പോൾ ഈ 2 ഫീൽഡിലാണ് ഏകദേശം 40% കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ എല്ലാവരെയും അങ്ങ് എടുക്കുമായിരുന്നു. ആരാണ് കോഡിങ് ഏകദേശം അറിയാം എല്ലാവരെയും അങ്ങ് ജോബ് മാർക്കറ്റിലേക്ക് എടുക്കുകയാണ്. ഇപ്പം അങ്ങനെയല്ല കണ്ടീഷൻ. ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്, ബട്ട് അതൊക്കെ സെലക്റ്റീവാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ കോമ്പറ്റൻസ് ഉള്ള ആൾക്കാരെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഫീൽഡ് ഏതൊക്കെയാണെന്ന് അറിയുക, അതിൽ നമ്മൾ മാക്സിമം കോമ്പറ്റൻസ് കിട്ടാൻ ശ്രമിക്കുക. ഒന്ന് നിങ്ങൾ ജസ്റ്റ് പഠിക്കാൻ പോകുന്ന കുട്ടികളായിട്ട്, കീമൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും ഉള്ള വീഡിയോ ആണിത്. കീം എഴുതാൻ പോകുന്ന ആ കുട്ടികളാണെങ്കിൽ അവർ കീം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടി, ഓക്കെ, നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് സിലബസ് എന്ന് നോക്കുക. അതുപോലെ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ മാതിരി നമുക്കിവിടെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫീൽഡൊക്കെ ആണോ അവിടെ പഠിപ്പിക്കുന്നത്, സിലബസ് നോക്കുക. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ 4th ഇയറിലായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഇൻറ്റേൺഷിപ്പ് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ പോവുക. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡുകൾ സെലക്ട് ചെയ്യുകയും പോവുകയും ചെയ്യണം. കാരണം നമ്മളിനി ഒരു ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് നമ്മൾ ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫൈൽ ഒക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി നമ്മളുടെ പ്രൊഫൈലൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തു, എവിടെയെങ്കിലും വർക്ക് ചെയ്തു, അപ്പോൾ അതിനകത്ത് സൈബർ സെക്യൂരിറ്റി അപ്പോൾ ആയിരക്കണക്കിന് മെയിൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ് അവർക്ക് ഒരു ജോബ് പോസ്റ്റ് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് ആ ഒരു അവരുടെ ടോപ്പ് ക്രീമി ലെയറിൽ വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചില വേർഡ്സ് നിങ്ങളുടെ റെസ്യൂമേയിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് അവർക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഫീൽഡാണ് ഇപ്പം ഈ 2026 മുതൽ ഒരു നെക്സ്റ്റ് 4-5 ഇയേഴ്സിലേക്ക് നമുക്ക് ഇന്ത്യയിൽ ആവശ്യമുള്ളത്, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 40% ക്യാമ്പസ് സെലക്ഷനും നടന്നിരിക്കുന്നത് AI സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണ്. അടുത്തത് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ AI-ക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ്, AI ടൂൾസ്, അതെല്ലാം അഡ്വാൻസ്ഡ് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി വരുന്ന ജോബ്സ് എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഓഫ് കോഴ്സ് വേണം. അപ്പോൾ മെയിനായിട്ട് ആ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ IT ഫീൽഡിൽ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഒരു ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ആ ക്രിയേറ്റിവിറ്റിക്ക് ഉള്ളവർക്കാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കോഡിംഗ് റിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് അവരെ ആവശ്യമുണ്ട്. അതേപോലെ അടുത്തത് കുറച്ച് മാനേജറിയൽ, ഇപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെയൊക്കെ പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ ആയിട്ട്. കാരണം ഇതെല്ലാം ചെയ്യണമെങ്കിൽ കോർ ടെക്നിക്കൽ, നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ആ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരെ ആ ടെക്നിക്കൽ നോളജ് നമുക്ക് ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതോടൊപ്പം ഇങ്ങനെയുള്ള പ്ലസ് മാനേജീരിയൽ സ്കിൽസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് HR, പിന്നെ ഇവരെ തന്നെ പഠിപ്പിക്കണം. കാരണം പലയിടത്തും AI ടൂൾസൊക്കെ ഡിഫറെൻറ്റ് ഓരോ കമ്പനിക്കും ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് ടീച്ചിങ് സ്കിൽസ്, അപ്പോൾ പ്ലസ് നമ്മുടെ ഇതിൻ്റെ കൂടെ അഡീഷണൽ സ്കിൽസാണ് ഞാൻ പറയുന്നത്. അപ്പം ഇച്ചിരി മാനേജ്മെൻറ്റ് സ്കിൽസ്, ഇച്ചിരി ടീച്ചിങ് സ്കിൽസ്, അത് അങ്ങനെയൊക്കെയോ അല്ലെങ്കിൽ HR ആ ഫീൽഡിലുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പിന്നെ പറയുന്നത്
ഡേറ്റ സയൻറ്റിസ്റ്റ് LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡേറ്റ സയൻറ്റിസ്റ്റ് വേണം, കുറച്ചുകൂടി ഡീപ്പായിട്ട് എഞ്ചിനീയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ലിറ്ററസി, നമുക്ക് ഈ പറഞ്ഞ ഒരു ടീച്ചിങ് ഫീൽഡിൽ ആവശ്യമുള്ള അവരെ ഡേറ്റ സയൻറ്റിസ്റ്റിനെ ആവശ്യമുണ്ട്. പിന്നെ ഡീബഗ്ഗിങ്ങിലും ഇതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ടൂൾസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡീബഗ്ഗിങ്, അതുപോലെ തന്നെ LLM, പിന്നെ നമ്മൾ സ്ട്രാറ്റജിക് തിങ്കിങ്, കോഡ് റിവ്യൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്കിൽസ് വെച്ചിട്ട് ആണ് നമുക്കിനി ഓരോരോ പോസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നിക്കൽ സ്കിൽസിൽ കുറേയെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഈ വരുന്ന ജോബ് മാർക്കറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ GCC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. അതായത് വലിയ ഇപ്പോൾ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവർക്ക് ഒരു ആക്ടിവിറ്റീസൊന്നും ഉണ്ടാവില്ല, ബട്ട് അവർക്ക് ഇന്ത്യയിൽ ഓഫീസ് ഉണ്ടാകും ഏതെങ്കിലും ഒരു കമ്പനിക്ക്. എന്നിട്ട് അവർ ഇവിടെ നിന്നിട്ട് അവരുടെ ഈ ഗ്ലോബൽ മാർക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ചിലപ്പം ഇന്ത്യയിലും അവർക്ക് ബിസിനസ് ഉണ്ടാവാം. ലൈക്ക് പല കമ്പനീസ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ട്. ഏകദേശം ഒരു 900 കമ്പനീസോളം ഈ കമ്പനീസിൻ്റെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ലൈക്ക് മൈക്രോസോഫ്റ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ആമസോൺ, JP Morgan, ഗോൾഡ്മാൻ സാഷെ, അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ അല്ലാത്ത വേറെ ഫീൽഡിലുള്ള ആൾക്കാരുടെയും ഇവിടെ അവർക്ക് ഈ പറഞ്ഞ പോലെ GCC ഉണ്ട്. അപ്പോൾ GCC ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്രയും ലോ കോസ്റ്റിൽ നമുക്ക് പർച്ചേസിങ് പാരിറ്റി ഇവിടെ കുറവാണ്. അതേപോലെ തന്നെ ഒരുപാട് ലോ കോസ്റ്റിൽ ആൾക്കാരെ കിട്ടുന്നു, ലേബേഴ്സിനെ കിട്ടുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ കിട്ടുന്നു. കാരണം ഇപ്പോൾ വെളിയിലൊരു കൺട്രിയിൽ അവരെ കൊണ്ടുപോയി അതിൻ്റെയൊക്കെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പം ദിൽ കം ഹിയർ, ഇവിടെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നു. പല സ്റ്റേറ്റ്സും ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ അതോടൊപ്പം നമ്മുടെ ബാക്കിയുള്ള ഫീൽഡിലും നോൺ ടെക്നിക്കൽ ഫീൽഡിലും ഇതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ ഈ GCC കാരണം ഇനി കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് GCC ആയിരിക്കും ഒരുപക്ഷെ അടുത്തൊരു ബൂം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അത്രമാത്രം, കാരണം ഇപ്പോൾ ഏകദേശം ഒരു 900 കമ്പനീസിൻ്റെ ഉണ്ട്. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും ഇതൊരു 3-fold എങ്കിലും, അതായത് ഒരു 2700 കമ്പനികളുടെ ഈ പറഞ്ഞ മാതിരി അവരുടെ സെൻറ്റേഴ്സ് ഇവിടെ തുടങ്ങും. അപ്പോൾ ഏകദേശം ഒരു $100 ബില്യൺ ബിസിനസ് ആയിരിക്കും ഇന്ത്യയിൽ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് പാർട്ടാവണമെങ്കിൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ അറിയുക. അതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഒരു സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൽസ് എല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക. പിന്നെ ഇപ്പം തന്നെ ഏകദേശം ഒരു 2026 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40,000-ഓളം ജോബ്സാണ് ഈ പറഞ്ഞ GCC ത്രൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അതേപോലെ അത് നിയർ ഫ്യൂച്ചറിൽ ഏകദേശം അതൊരു 2.5 ലക്ഷത്തോളം ജോബ്സ് ഈ GCC ഫീൽഡിൽ തന്നെ ഉണ്ടാകും. കാരണം നേരത്തെ ആണെങ്കിൽ അവരുടെ ഒരു കമ്പനി റൺ ചെയ്യുന്നു, എന്നിട്ട് ഇവരുടെ ബിസിനസ് എല്ലാം പുറത്തായിരുന്നു. പക്ഷേ ഇപ്പം ഇവർ ഇന്ത്യയിൽ തന്നെ അവരുടെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അത് ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ നമ്മൾ പഠിച്ച് കയറി അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ, കാരണം മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ, ലാംഗ്വേജ് വേണം. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ സോഫ്റ്റ് സ്കിൽസും കൂടെ നമ്മുടെ ഈ ടെക്നിക്കൽ നോളജിനൊപ്പം ആഡ് ചെയ്ത് അതിലൊക്കെ ഒന്ന് കയറാനായിട്ട് നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾ മാത്രമല്ല, വേറൊരു കുട്ടികൾക്കും കൂടി ഇങ്ങനെയുള്ള വേറെ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള കുട്ടികൾക്കും കൂടി ഇങ്ങനെ ഒരു കോഴ്സിലേക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചെടുത്താൽ കയറാവുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ്, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡേറ്റ സെൻറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ അതായത് ഇതിൻ്റെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി വേണം. അപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റീസ് ഉണ്ട്, ഡാറ്റ സെൻറ്റർ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 2000 മെഗാവാട്ടോളം നമുക്കൊരു 2026 വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വിശാഖപട്ടണത്ത് ഏകദേശം അവരൊരു 6 ബില്യൺ ഇന്ത്യൻ റുപ്പിയുടെ ഒരു ഈ പറഞ്ഞ മാതിരി ഡാറ്റാ സെൻറ്റർ സ്പേസ് അവർ ചെയ്യുന്നവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1 GW ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബാക്കിയുള്ള കമ്പനീസും അതോടൊപ്പം തന്നെ ഓരോരോ പ്ലേസിൽ, മെയിനായിട്ട് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ CS ഡെവലപ്പ് ചെയ്യുന്ന ഹബ്ബ് എന്ന് പറയുന്നത് നമുക്കറിയാം ബാംഗ്ലൂരാണ്. പിന്നെ ഹൈദരാബാദ് ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിൽ
ഈ പറഞ്ഞ മാതിരി ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ഒരു പ്ലേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ പൂനെയിലെ ഹിഞ്ചവാടി, അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇനി വരും. മെയിനായിട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, ബാക്കിയുള്ളിടത്തുമൊക്കെ ഉണ്ട്. ബട്ട് ദീസ് ആർ ദ മെയിൻ ഹബ്സ്, സോഫ്റ്റ്വെയർ ഹബ്സ്. പിന്നെ അടുത്തത് ദെൻ ക്ലൗഡ് സിസ്റ്റംസ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും വളരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ ഒരു പ്രീവിയസ് സിസ്റ്റത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് ഡ്രാസ്റ്റിക്കായിട്ട് ഈ ഒരു ചേഞ്ച് വരും. അപ്പോൾ ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഈ ഫീൽഡിലുള്ള എഞ്ചിനീയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ലൈക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് ക്ലൗഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരുപാട് പേര് അത് ആ സെയിം ഡാറ്റാസ് ഷെയർ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീൽഡിലും ഇതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 2, 3, 4, 5 ഇയേഴ്സൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം GDP-യുടെ ഒരു 8% ഈ ക്ലൗഡ് സിസ്റ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഒരു കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് ഏകദേശം ഒരു അടുത്ത 5 വർഷം കൊണ്ട് ഏകദേശം ഒരു 1.5 കോടിയോളം ജോബ്സാണ് ഈ ക്ലൗഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഫീൽഡുകളാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ സയൻസിൽ. ഇനിയും ഒരുപാടുണ്ട്. ബട്ട് മെയിനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്. പണ്ടത്തെ പോലെ കാർഡടച്ച് എല്ലാവരെയും അങ്ങ് എടുക്കുകയല്ല. നമ്മൾ ഈ പറയുന്ന ഫീൽഡുകളിലൊക്കെ നമ്മുടെ AI, സൈബർ സെക്യൂരിറ്റി, എവിടെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി GCCയിൽ നമുക്ക് എങ്ങനെയാണ് കയറാൻ പറ്റുന്നത്, ഈ പറഞ്ഞ മാതിരി കുറച്ച് പേഴ്സണാലിറ്റി ഉണ്ടാക്കുക, അതോടൊപ്പം ബാക്കിയുള്ള സ്കിൽസും ഡെവലപ്പ് ചെയ്യുക. അതിൽ മാനേജീരിയൽ പോസ്റ്റിലേക്കാണോ, നമുക്ക് ഏതിലേക്കാണോ വേണ്ടത്, ഇപ്പോൾ ക്ലൗഡ് സിസ്റ്റത്തിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ അതിലേക്ക് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് സ്റ്റാർട്ടപ്പ്സാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ്സിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ 3rd ആണ്. അതായത് UK, US UK ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്ത്യയിലാണ് ഒരുപാട് പൈസ സ്റ്റാർട്ടപ്പിന് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടപ്പിൽ പോകണോ വേണ്ടയോ എന്നുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇടാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ഇതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കമ്പനീസ് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പണം മുടക്കാൻ തയ്യാറായിട്ട് ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ വേറെ കൺട്രീസിലുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇത് വളരെ വാസ്റ്റായ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാലഘട്ടത്തിലേക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പാസ്റ്റിനെ കുറിച്ച് നമുക്ക് അധികമൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഒരു നെക്സ്റ്റ് 4 to 5 ഇയേഴ്സിലെ നമ്മളുടെ ഒരു ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.